നമസ്കാരം. മഹാഭാരതത്തിന്റെ അടുത്ത എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പൊ സഞ്ജയൻ മോഹാലസ്യപ്പെട്ടു വീണു. അപ്പൊ ധൃതരാഷ്ട്ര പറയാണ്, അയ്യോ സഞ്ജയൻ ഒരു പാവമാണ്, അവിടെയുള്ള പാർത്ഥിവന്മാരുടെ എല്ലാം പരാക്രമങ്ങളെ കുറിച്ചുള്ള വർത്തമാനം കേട്ട് അയാൾ ഭയന്ന് വിഹ്വലനായി മോഹാലസ്യപ്പെട്ട് വീണതാണെന്ന്. എന്നാൽ ദ്രോണരും വിതുരരും ഒക്കെ ചില പരിചരണങ്ങൾ ചെയ്തപ്പോൾ സഞ്ജയൻ മോഹാലസ്യത്തിൽ നിന്ന് ഉണർന്നെണീറ്റു. അവൻ വീണ്ടും പറഞ്ഞു തുടങ്ങി, പാണ്ഡവരുടെയും അവരുടെ അടുത്ത സുഹൃത്തുക്കളായ രാജാക്കന്മാരുടെയും പ്രശസ്തമായ യുദ്ധ നിപുണതയെക്കുറിച്ചൊക്കെ പ്രകീർത്തിച്ചു പറഞ്ഞു. അവരെ ഒരു തരത്തിലും തടുക്കാനോ ജയിക്കാനോ കൗരവർക്ക് കഴിയില്ല എന്നുള്ളത് വളരെ വിദഗ്ധമായി സഞ്ജയൻ പറഞ്ഞ് മനസ്സിലാക്കിച്ചു. സഞ്ജയന്റെ വാക്കുകൾ കേട്ട് സദസ്യരും മുഴുവനും മൗനരായിട്ടിരുന്നതേ ഉള്ളൂ. എന്നിട്ട് ധൃതരാഷ്ട്ര അവസാനം വളരെ ദുഃഖത്തോടും വ്യസനത്തോടും സ്വന്തം ആത്മകഥം എന്ന പോലെ പറഞ്ഞു തുടങ്ങി, അയ്യോ ഈ സഞ്ജയൻ പറഞ്ഞതൊക്കെ സത്യമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിൽ ഞാൻ വിതുരരുടെ വാക്കുകൾ കേൾക്കാത്തതിൽ ഇന്ന് അതീവ ദുഃഖിതനാണ്. പാണ്ഡവരിൽ ഭീമനെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഭയം. അവന്റെ ഗത കൊണ്ട് എൻ്റെ മക്കളെ എല്ലാം തല്ലിച്ചതച്ച് കൊല്ലും, അതിന് യാതൊരു സംശയവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ധൃതരാഷ്ട്രർ വിലപിക്കാൻ തുടങ്ങി. ഇത് കണ്ടപ്പോ ഭീമസേനൻ ചോദിച്ചു, അച്ഛൻ എന്തിനാണ് ദുഃഖിക്കുന്നത്? അച്ഛൻ ദുഃഖിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പാണ്ഡവരെ മുഴുവനും കൊന്നൊടുക്കാനുള്ള കഴിവും സാമർഥ്യവും എല്ലാം എനിക്കുണ്ട്. അതുകൊണ്ട് അച്ഛൻ ഒരിക്കലും ദുഃഖിക്കണ്ട. ഭീമന് ഗദായുദ്ധത്തിൽ എന്നെ ജയിക്കാൻ കഴിയില്ല. അവന്മാരെ എല്ലാം എനിക്ക് കൊന്നൊടുക്കാൻ കഴിയും. ഇപ്പൊ അവർക്ക് 5 ഗ്രാമങ്ങൾ മതിയെന്ന്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? എൻ്റെ 11 അക്ഷൗണിപ്പടകളുടെ പരാക്രമങ്ങളെ കുറിച്ച് കേട്ടറിഞ്ഞപ്പോൾ ഭയവിഹ്വലരായിട്ടാണ് അവർ 5 ഗ്രാമങ്ങൾ മതിയെന്ന് ഇപ്പോ പറയുന്നത്. അവർക്കാണെങ്കിൽ 7 അക്ഷൗണിപ്പടകളേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് നമുക്ക് തന്നെ വിജയമുണ്ടാകും. അച്ഛൻ ഉഴറാതെ വിഷമിക്കാതെ ധൈര്യമായി അടങ്ങിയിരിക്കും. അദ്ദേഹം പിന്നെയും യുദ്ധത്തിന്റെ ഭീകരതയെ പറ്റിയും പാണ്ഡവരുടെ പരാക്രമങ്ങളെ പറ്റിയും വിലപിച്ചുകൊണ്ടേയിരുന്നു. അവസാനം ധൃതരാഷ്ട്രർ പറഞ്ഞു, ദുര്യോധന, നീ നിന്റെ ഇഷ്ടത്തിനല്ല യുദ്ധം ചെയ്യുന്നത്. കർണൻ നിന്നെ കൊണ്ട് ചെയ്യിക്കുകയാണ്. പാപബുദ്ധിയായ ദുശാസനന്റെയും കൗശലക്കാരനായ ശകുനിയുടെയും പ്രേരണയ്ക്ക് നീ വശംവദനായിരിക്കുകയാണ്. ഏത് നിലയ്ക്ക് ചിന്തിച്ചാലും യുദ്ധം പ്രശംസാർഹമായ കാര്യമല്ല. പാണ്ഡവർക്കുള്ളത് യഥോചിതം അവർക്ക് കൊടുക്കൂ, അതാണ് നല്ലത്. ദുര്യോധനൻ ധൃതരാഷ്ട്രന്റെ ഉപദേശം അസഹ്യമായി തോന്നി. അദ്ദേഹം ദൃഢചിത്തനായി പറഞ്ഞു, അച്ഛൻ വെറുതെ ഇരുന്നാൽ മതി, ഇനി ഒന്നും പറയണ്ട. ഞാനും കർണനും ദുശാസനനും കൂടി പാണ്ഡവരെ കൊന്നു മുടിക്കും. ധനവും രാജ്യവും ജീവിതവും മറ്റെന്തൊക്കെയും എനിക്ക് ഉപേക്ഷിക്കേണ്ടി വന്നാലും ഞാൻ പാണ്ഡവരുമായി ഒരിക്കലും ഒന്നിച്ചു വാഴുക എന്നത് ഉണ്ടാവുകയില്ല. കൂർത്ത സൂചിമുന കൊണ്ട് കുത്തിയാൽ കാണുന്ന അത്രയും സ്ഥലം പോലും ഞാൻ പാണ്ഡവപുത്രന്മാർക്ക് നൽകുകയില്ല. ഏതായാലും ദുര്യോധനൻ പാണ്ഡവരുമായി സന്ധി ചെയ്യുകയില്ലെന്ന് ബോധ്യമായപ്പോൾ സഭാവാസികൾ ഓരോരുത്തരായി സ്ഥലം വിട്ടു. സഞ്ജയൻ വന്നു പോയതിനു ശേഷം ധർമ്മപുത്രരുടെ മനസ്സും അസ്വസ്ഥമായി. യുദ്ധം ഒഴിവാക്കണമെന്ന് അദ്ദേഹത്തിന് വളരെയേറെ ആഗ്രഹമുണ്ട്. എന്നാൽ അതിനുള്ള വഴിയൊന്നും കാണുന്നില്ല. 5 ഗ്രാമം കൊണ്ട് തൃപ്തിപ്പെടാമെന്ന് പറഞ്ഞിട്ട് കൂടി ദുര്യോധനൻ അതിന് സമ്മതിക്കുന്ന മട്ടില്ല. ധൃതരാഷ്ട്രൻ ദുര്യോധനന്റെ കയ്യിലെ പാവയാണ്. അവനോട് എതിർത്ത് എന്തെങ്കിലും ചെയ്യാനുള്ള കഴിവ് ധൃതരാഷ്ട്രർക്കുമില്ല. എന്നാൽ യുദ്ധം ഒഴിവാക്കാൻ വേണ്ടി എല്ലാം ഉപേക്ഷിക്കുന്നത് എങ്ങനെയാണ്? ധനമില്ലാതായാൽ മൃതപ്രായരാണ്. പൂവും കായും അറ്റുപോയ മരത്തെ പക്ഷികൾ ഉപേക്ഷിക്കുന്നത് പോലെ നിർധനനെ എല്ലാവരും ഉപേക്ഷിക്കും. മുഖ്യമായ ധർമ്മമാണ് ധനം. വിത്തത്തിലെല്ലാം നിലനിൽക്കുന്നു. ലോകത്തിൽ ധനികരാണ് ജീവിക്കുന്നവർ, നിർധനന്മാർ ചത്തവരാണ്. രാജ്യവംശരായി ഐശ്വര്യവും വെടിഞ്ഞ് എങ്ങനെയാണ് ജീവിക്കുക? നഷ്ടപ്പെട്ട ഐശ്വര്യത്തെ വീണ്ടെടുക്കുന്നതിന് ശ്രമിക്കുന്നതിൽ എന്താണ് അധർമ്മം? അതിനുള്ള ശ്രമത്തിൽ മരിച്ചാലും തെറ്റില്ല. ഇപ്രകാരമെല്ലാം ചിന്തിച്ച് പതറുന്ന മനസ്സോടെ യുധിഷ്ഠിരൻ കൃഷ്ണനെ സമീപിച്ചു. തന്റെ ചിന്താഗതിയൊക്കെ ഭക്തവത്സനായ അദ്ദേഹത്തിന്റെ മുമ്പാകെ അവതരിപ്പിച്ചുകൊണ്ട് യുധിഷ്ഠിരൻ പറഞ്ഞു, കൃഷ്ണ, ശരണാഗത പ്രിയ, നീയാണ് ഞങ്ങൾക്ക് ആധാരം. ഞങ്ങൾ ആപത്തിൽ പെട്ടിരിക്കുന്നു. അത് ഒഴിവാക്കാൻ ഭവാനെ അല്ലാതെ മറ്റാരെയും ഞാൻ കാണുന്നില്ല. യുദ്ധം ചെയ്യാൻ ഞാൻ അശേഷം ആഗ്രഹിക്കുന്നില്ല.
ചേർച്ചയില്ലാത്ത നീചന്മാരായ ശത്രുക്കളെ പോലും കൊല്ലരുതെന്നാണ് എന്റെ പക്ഷം. അപ്പോൾ പിന്നെ അടുത്ത ബന്ധുക്കളെ കൊല്ലുന്ന കാര്യം ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. യുദ്ധം ജയിച്ചാലും തോറ്റാലും ഒരുപോലെയാണ്. എന്നാൽ തോൽക്കുക മരണത്തെക്കാൾ ഭയങ്കരമാണ്. അത് വൈരം വർദ്ധിപ്പിക്കും. വൈരത്തിനാൽ ഒട്ടും ശമിക്കില്ല ജനാർദ്ദന. ഹവിസിൽ അഗ്നിയെപ്പോലെ വീണ്ടും വൈരം വളർന്നിടും. പുരുഷനെ ബാധിക്കുന്ന ശക്തി കൂടിയ രോഗം ഹൃദയവേദനയാണ്. അത് വിട്ടൊഴിഞ്ഞാൽ സൗഖ്യം സിദ്ധിക്കും. ഹേ മധുസൂദന, ഇങ്ങനെയുള്ള വിഷമാവസരത്തിൽ സംശയ നിവാരണത്തിന് നീയല്ലാതെ മറ്റാരാണ് ഞങ്ങൾക്കുള്ളത്? ഞങ്ങൾ എന്താണ് വേണ്ടതെന്ന് ഞങ്ങളെ ഉപദേശിച്ചാലും. കൃഷ്ണൻ പറഞ്ഞു, യുധിഷ്ഠിര, അങ്ങയുടെ മാനസികാവസ്ഥ ഞാൻ നല്ലതുപോലെ മനസ്സിലാക്കുന്നു. യുദ്ധം ഒഴിവാക്കുന്നതിനുള്ള ഒരു ശ്രമമെന്ന നിലയ്ക്ക് ഞാൻ തന്നെ കുരുസന്ധതിയിലേക്ക് പോയി സന്ധി സംഭാഷണം നടത്താം. യുധിഷ്ഠിരൻ, ഭവാൻ നേരിട്ട് പോകുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അഹങ്കാരിയായ ദുര്യോധനൻ അങ്ങയെ അധിക്ഷേപിക്കുകയോ ദ്രോഹിക്കുകയോ ചെയ്താലോ? അങ്ങനെ വന്നാൽ ഞങ്ങൾക്ക് എന്ത് കിട്ടിയാലും കാര്യമില്ല. ഉടനെ കൃഷ്ണൻ പറഞ്ഞു, മഹാരാജാവേ, ഞാൻ ദുര്യോധനന്റെ ദുഷ്ടത മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെയാണ് പോകുന്നത്. നാം അങ്ങേയറ്റം പരിശ്രമിച്ചിട്ടും ഫലമില്ലാതെ വന്നതുകൊണ്ട് യുദ്ധം ചെയ്യാൻ തയ്യാറായതെന്ന് എല്ലാ രാജാക്കന്മാരും അറിയണം. എന്നെ ആരും ദ്രോഹിക്കുകയില്ല. വേണ്ടി വന്നാൽ അവരെ എല്ലാം ഞാൻ ഭസ്മമാക്കും. ഞാൻ അവിടെ പോയാൽ ഫലമില്ലാതെ വരില്ല. ഒന്നുകിൽ അർത്ഥലാഭം ഉണ്ടാകും, ഇല്ലെങ്കിൽ അപവാദമില്ലായ്മ ഉണ്ടാകും. അതായത് പറയാതെ ഒരു സന്ധി സംഭാഷണത്തിന് ചെല്ലാതെ നമ്മൾ അങ്ങ് യുദ്ധത്തിന് ഒരുങ്ങി എന്നൊരു പേരുദോഷം നമുക്ക് കിട്ടത്തില്ല. കിട്ടുമോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ ആ വാദം ഇല്ലാതാക്കാൻ ശ്രമിക്കാം. യുധിഷ്ഠിരൻ കൃഷ്ണന്റെ അഭിപ്രായത്തിന് വഴങ്ങി കൃഷ്ണഭഗവാൻ പാണ്ഡവരുടെ ദൂതനായി കൗരവ സഭയിലേക്ക് മധ്യസ്ഥം വഹിച്ച് കാര്യങ്ങൾ സംസാരിക്കാനായി പോയി. അടുത്ത ദിവസം തന്നെ ഹസ്തിനപുരിയിലേക്ക് അദ്ദേഹം പോകുന്നതിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തീകരിച്ചു. അവരോട് പറയാതെയാണ് അദ്ദേഹം പോയത്. എങ്കിലും അദ്ദേഹം സാത്വികിയോടൊപ്പമാണ് പോയത്. തേരി കയറി യാത്ര തിരിച്ചു. കൃഷ്ണൻ കടന്നു പോകുന്ന വഴികളിലെല്ലാം പാർത്തിരുന്ന ജനങ്ങൾ അദ്ദേഹത്തെ ഒരു നോക്ക് കാണാനായി, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ദർശനത്തിനായി വഴിവക്കിൽ കൂടി നിന്നു. സ്നേഹ ബഹുമാനാദികളോടെ അദ്ദേഹത്തെ ആദരിച്ചു ഉപകരിച്ചു. കൃഷ്ണൻ യഥോചിതം അവരെ എല്ലാം അനുഗ്രഹിച്ചുകൊണ്ട് യാത്ര തുടർന്നു. സന്ധ്യയായപ്പോൾ അദ്ദേഹം ഹസ്തിനപുരിക്ക് സമീപമുള്ള മൃഗസ്ഥലം എന്ന കുഗ്രാമത്തിലെത്തി. അന്ന് അവിടെ താമസിച്ചു. കൗരവരെ മുൻകൂട്ടി അറിയിക്കാതെയാണ് കൃഷ്ണൻ പോയതെങ്കിലും ദൂതന്മാർ മുഖേന എല്ലാം അറിഞ്ഞ ധൃതരാഷ്ട്രർ വളരെയധികം സന്തോഷിച്ചു. ശ്രീകൃഷ്ണന്റെ ആഗമന വാർത്ത അറിയിക്കാൻ അദ്ദേഹം ഭീഷ്മ ദ്രോണാദികളെ, കൃപരെയും വിതുരരെയും മാറ്റം വരുത്തി. അവരെല്ലാം അത്യധികമായി ആഹ്ലാദിച്ചു. എന്നാൽ ഏറ്റവും കൂടുതൽ ആമോദിച്ചത് വിതുരരായിരുന്നു. കാരണം വിതുരർ കറകളഞ്ഞ ശ്രീകൃഷ്ണ ഭക്തനായിരുന്നു. ശ്രീകൃഷ്ണ ഭഗവാൻ തന്റെ ഗൃഹത്തിലേക്ക് വരുന്നത് ഒരു മഹാഭാഗ്യമായി ധൃതരാഷ്ട്രർ കരുതി. ഭഗവാനെ ശ്രേഷ്ഠമായ രീതിയിൽ നഗരിയിൽ വെച്ച് തന്നെ സ്വീകരിക്കുന്നതിന് നിശ്ചയിച്ചു. അദ്ദേഹത്തിന്റെ വരവ് പ്രമാണിച്ച് നഗരം അലങ്കരിച്ച് മോടിയാക്കാൻ തീരുമാനിച്ചു. സഭാമണ്ഡലം പ്രൗഢമായ വിധത്തിൽ ഒരുക്കണമെന്ന് ആജ്ഞാപിച്ചു. ദുര്യോധനന്റെ കൊട്ടാരത്തെക്കാൾ കൂടുതൽ സൗകര്യങ്ങളുള്ള ദുശാസനന്റെ കൊട്ടാരത്തിൽ കൂടുതലായി വേണ്ടുന്ന സൗകര്യങ്ങളൊക്കെ ചെയ്ത് കൃഷ്ണനെ അവിടെ പാർപ്പിക്കണമെന്ന് നിർദ്ദേശിച്ചു. ദുര്യോധനെ വിളിച്ച കാര്യങ്ങളൊക്കെ വേണ്ട വിധത്തിൽ ഏർപ്പാട് ചെയ്യാൻ ആവശ്യപ്പെട്ടു. കൃഷ്ണൻ ശത്രുപക്ഷപാതിയാണെങ്കിലും ഒരു സാധാരണ മനുഷ്യനെന്നല്ലാതെ അതിൽ കവിഞ്ഞുള്ള ദിവ്യത്വമൊന്നും അദ്ദേഹത്തിനുണ്ടെന്ന അഭിപ്രായം ദുര്യോധനനില്ലായിരുന്നു. എങ്കിലും അപ്രതിമാനമായ തന്റെ പ്രൗഢി പാണ്ഡവ സുഹൃത്തായ കൃഷ്ണനെ കാണിക്കേണ്ടത് ആവശ്യമാണെന്ന് തോന്നിയത് കൊണ്ട് ദുര്യോധനൻ അതെല്ലാം സമ്മതിച്ച് അപ്പോൾ തന്നെ ധാരാളം ആളുകളെ നിയോഗിച്ച് മഹാരാജാവ് കൽപ്പിച്ച എല്ലാ കാര്യങ്ങളും വളരെ അന്തസ്സോടും രാജകീയ പ്രൗഢിയോടും കൂടി ചെയ്യുന്നതിന് ഏർപ്പാട് ചെയ്യുകയും ചെയ്തു. ശ്രീകൃഷ്ണൻ 16 സ്വർണരഥങ്ങൾ, അനേകം കുതിരകൾ, വിശിഷ്ടങ്ങളായ രത്നങ്ങൾ, മൃദുവായ കമ്പിളികൾ, സുന്ദരിമാരായ ദാസിമാർ, ഗ്രഹങ്ങൾ എന്ന് തുടങ്ങിയ അനവധി വിലയേറിയ വസ്തുക്കൾ സമ്മാനമായി നൽകാൻ ധൃതരാഷ്ട്രർ തയ്യാറായി. ഇതറിഞ്ഞപ്പോൾ വിതുരർ ഈർഷ്യയോടുകൂടി പറഞ്ഞു, മഹാരാജാവേ, ഭവാൻ ഇപ്രകാരം അതിഥി സൽക്കാരം ചെയ്യുന്നതൊന്നും കൃഷ്ണനോടുള്ള സ്നേഹമോ ബഹുമാനമോ ഔദാര്യമോ കൊണ്ടല്ല. ഭവാന്റെ കപട ബുദ്ധി കൊണ്ട് മഹാഭുജനായ വാസുദേവനെ സ്വത്ത് നൽകി വശീകരിക്കാൻ ശ്രമിക്കുകയാണ്. കൃഷ്ണന്റെ മാഹാത്മ്യം എനിക്കറിയാം. അദ്ദേഹം ഇതൊന്നും ഭവാനിൽ നിന്ന് സ്വീകരിക്കുകയില്ല.
ഇദ്ദേഹം ഇവിടേക്ക് വരുന്നത് കൗരവരെയും പാണ്ഡവരുടെയും നന്മയെ ആഗ്രഹിച്ചിട്ടാണ്. ഈ ആഗ്രഹം നടപ്പാക്കുന്നതിന് ആവശ്യമായത് ചെയ്യുകയാണ് ഭഗവാൻ വേണ്ടത്. അപ്പൊ ദുര്യോധനൻ പറഞ്ഞു, അച്ഛാ, വിതുരർ പറഞ്ഞത് ശരിയാണ്. പാണ്ഡവന്മാരിൽ കൂറുള്ള കൃഷ്ണനെ വശീകരിച്ച് മാറ്റാൻ കഴിയില്ല. അച്ഛൻ പല മട്ടിൽ കൃഷ്ണന് ധനം നൽകിയെന്ന് പറഞ്ഞല്ലോ, അതൊന്നും കൃഷ്ണൻ അപ്പോൾ അർഹിക്കുന്നില്ല. ഭയപ്പെട്ട് പൂജിക്കുകയാണെന്നേ മാധവൻ വിചാരിക്കുകയുള്ളൂ. ഭീഷ്മർ, മഹാരാജാവെ, പൂജിച്ചില്ലെങ്കിലും ജനാർദ്ദനൻ കോപിക്കുകയില്ല. എന്നാൽ ഒരിക്കലും അദ്ദേഹത്തിനെ നിന്ദിക്കരുത്. അദ്ദേഹം മുഖേന പാണ്ഡവരുമായി യോജിക്കുകയാണ് വേണ്ടത്. ദുര്യോധനൻ ഉടനെ പറഞ്ഞു, രാജാവെ, ഞാൻ ഒരു കാലത്തും അവരുമായി യോജിക്കുകയില്ല. പാണ്ഡവന്മാർക്ക് ആശ്രയമായ ഈ കൃഷ്ണനെ ഞാൻ പിടിച്ചു കെട്ടും. അവനെ ബന്ധിച്ചാൽ വൃഷ്ണിപുങ്കവന്മാരും ഭൂമിയും പാണ്ഡവരും ഒക്കെ എന്റെ പാട്ടിലാവും. ഇത് കേട്ടപ്പോൾ ധൃതരാഷ്ട്രർ നടുങ്ങിപ്പോയി. മന്ത്രിമാറ്റും മറ്റു സദസ്യരും ഇടിവെറ്റതുപോലെ നിന്നുപോയി. ഭീഷ്മൻ അസഹ്യത പറഞ്ഞു, രാജാവേ, നിന്റെ പുത്രൻ നശിക്കാൻ പോകുന്നു. ഇവൻ അനർത്ഥങ്ങൾ പറയുന്നത് കേൾക്കുവാൻ എനിക്ക് വയ്യ. അദ്ദേഹം ക്രോധത്തോടെ അവിടുന്ന് ഇറങ്ങിപ്പോയി. അപ്പോ പ്രഭാതമായപ്പോൾ ശ്രീകൃഷ്ണൻ മൃഗസ്ഥലത്ത് നിന്ന് പുറപ്പെട്ട ഹസ്തിനപുരിയിൽ പ്രവേശിച്ചു. അദ്ദേഹത്തെ സ്വീകരിക്കാൻ നഗരത്തിലുള്ള ആബാലവൃദ്ധം ജനങ്ങളും രാജവീതിയിൽ തിങ്ങിക്കൂടി. എല്ലാവരും അദ്ദേഹത്തെ വാഴ്ത്തി സ്തുതിച്ചു. പട്ടണം മുഴുവൻ ആകർഷണീയമായ വിധത്തിൽ അലങ്കരിച്ചിരുന്നു. സ്വർണ്ണ പട്ടുകെട്ടിയ ഗജങ്ങൾ, വിചിത്ര വസ്ത്രങ്ങൾ അണിയിച്ച് സൂര്യപ്രകാശമേറ്റ് വെട്ടിത്തിളങ്ങുന്ന തേരുകൾ, അശ്വങ്ങൾ, കാലാൾപ്പട, നാനാവിധത്തിലുള്ള വാദ്യഘോഷം, പുഷ്പവർഷം തുടങ്ങിയ ആർഭാടത്തിന് വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും അവിടെ ഉണ്ടായിരുന്നു. മന്ത്രിമാർ, പ്രഭുക്കന്മാർ, സാമന്തന്മാർ, ദുര്യോധനൻ ഒഴികെയുള്ള ധാർത്തരാഷ്ട്രന്മാർ, ഭീഷ്മർ, ദ്രോണർ, വിതുരർ തുടങ്ങിയ ഗുരുജനങ്ങൾ എന്നിവരെല്ലാം കൃഷ്ണനെ സ്വീകരിക്കാൻ നഗരാതിർത്തിയിൽ എത്തിയിരുന്നു. ദുര്യോധനൻ മാത്രം ചെന്നില്ല. രാജധാനി പ്രവേശിച്ച കൃഷ്ണനെ ഭീഷ്മ, ദ്രോണാദികൾ, വിതുരർ ഒക്കെ സ്വീകരിച്ചു. ആയിരം കണ്ഠങ്ങളിൽ നിന്ന് ഉയർന്ന ജയവിളികൾ കൊണ്ട് അന്തരീക്ഷം മുഖരിതമായി. സ്ത്രീകൾ നടത്തിയ പുഷ്പവൃഷ്ടി കൊണ്ട് വീതിയിലാകെ പുഷ്പങ്ങൾ വിരിക്കപ്പെട്ടു. ദിഗന്ധങ്ങളിൽ മറ്റിലിക്കൊള്ളുന്ന വാദ്യഘോഷങ്ങൾ ഹസ്തിനപുരിയെ തൽക്കാലത്തേക്ക് ബ്രഹ്മലോകമാക്കി തീർത്തു. ഇതിനു മുമ്പ് ആരും എങ്ങും കണ്ടിട്ടില്ലാത്ത വിധത്തിൽ ജനസമുദ്രങ്ങൾ തിങ്ങി നിറഞ്ഞത് ആർഭാടപൂർവമായ വമ്പിച്ച ഘോഷയാത്ര സാവധാനം മുന്നോട്ട് നീങ്ങി. ധൃതരാഷ്ട്ര രാജാവിന്റെ അരമനയുടെ പുരോഭാഗത്തെത്തി. വിതുരർ ഭഗവാന്റെ തൃക്കൈ പിടിച്ച് അദ്ദേഹത്തെ തേരിൽ നിന്നിറക്കി. ഭീഷ്മർ, വിതുരർ, ദ്രോണർ, കൃപർ, ശല്യർ തുടങ്ങിയവരാൽ അനുഗ്രഹനായി ഭഗവാൻ ധൃതരാഷ്ട്ര സന്നിധിയിലെത്തി. അന്ധനായ മഹാരാജാവ് സന്തോഷാതിരേകത്താൽ ശ്രീകൃഷ്ണനെ മതിമറന്ന് ആലിംഗനം ചെയ്തു. അനന്തരം സ്വർണ സിംഹാസനത്തിൽ ഇരുത്തി കുശലപ്രശ്നങ്ങൾ നടത്തുകയും മാധവനെ മോടിയായി സൽക്കരിക്കുകയും ചെയ്തു. മഹാരാജാവിനോട് യാത്ര പറഞ്ഞിറങ്ങിയ കൃഷ്ണൻ തനിക്ക് പാർക്കുന്നതിന് തയ്യാറാക്കിയിരുന്ന ദുശാസന ഗ്രഹത്തിലേക്ക് പോകാതെ നേരെ വിതുരന്റെ ഗ്രഹത്തിലേക്കാണ് പോയത്. കൃഷ്ണൻ തന്റെ ഗ്രഹത്തിലെത്തിയപ്പോൾ വിതുരന്റെ ഹൃദയം ഭക്തിയും സ്നേഹവും കൊണ്ട് തരളിതമായി. അദ്ദേഹം കൃഷ്ണനെ യഥാവിധി പൂജിച്ച് സൽക്കരിച്ചു. കുശലപ്രശ്നങ്ങൾക്ക് ശേഷം വാസുദേവൻ നേരെ തന്റെ അച്ഛൻ പെങ്ങളായ കുന്തിയുടെ അടുത്തേക്ക് പോയി. പാണ്ഡവർ വനത്തിന് പോയപ്പോൾ മുതൽ കുന്തി വിതുരരുടെ ഗ്രഹത്തിലാണ് വസിച്ചിരുന്നത്. കൃഷ്ണൻ ഹസ്തിനപുരിയിൽ വന്ന വിവരം കുന്തി അറിഞ്ഞിരിക്കുന്നു. എന്നാൽ എന്തിനാണ് വന്നതെന്ന് അവർ അറിഞ്ഞിരുന്നില്ല. ബാക്കി അടുത്ത ഭാഗം അടുത്ത എപ്പിസോഡിൽ. നമസ്കാരം.